ഇത് സ്റ്റെഡ് ഇട്ടതല്ല കേട്ടോ, ഇത് ചെവിയിൽ കരിമ്പാറ വന്നത്. വരെ മുടി കെട്ടി വെച്ചാൽ മതി, ചിലര് പറയും ആനക്ക് കൊട്ടത്തേങ്ങ കൊടുത്താൽ മതി. ഇന്റെ കൈമുണ്ടായിരുന്ന അല്ല ചെമ്മണ്ണൂർ ലുക്ക് ആയിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് തട്ടിച്ചുട്ടാ, ചെറിയ മക്കളെ മാതിരി നീറ്റിലുണ്ടാ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അതായത് ഇന്ന് നമ്മൾ ജുബിയുടെ കുറച്ച് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അതായത് ജുബിക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരു 6 മാസത്തിന് ശേഷം ജുബിക്ക് കുറെ കുരു വന്നിട്ട്, കുരു മീൻസ് ഞങ്ങളുടെ നാട്ടിൽ കരിമ്പാറ എന്ന് പറയും. കരിമ്പാറ എന്നാണ് ഞങ്ങളവിടെ പറയാം. എനിക്കുണ്ടായിരുന്നു കുറേയൊക്കെ മുമ്പ് എൻ്റെ കയ്യിൽ, പിന്നെ അത് കുറേ കഴിഞ്ഞപ്പോൾ മാറി, ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ജുബിക്ക് വന്നിട്ടുള്ള എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സ്റ്റെഡ് ഇട്ടതല്ല കേട്ടോ, ഇത് ചെവിയിൽ കരിമ്പാറ വന്നതാണ്. ഈ ചെവിയിലും ഉണ്ട്, ഫേസിലും കുറച്ചുണ്ട്, പിന്നെ ഇപ്പുറത്തെ ചെവിയിലും. ഇത് മിക്ക ആൾക്കാർക്കും ഉണ്ടാവാനുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ അറിവിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കുറെ കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ ആസിഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞേക്കെ. ചിലർ പറയും മുടി കെട്ടി വെച്ചാൽ മതി, ചിലർ പറയും ആനക്ക് കൊട്ടത്തേങ്ങ കൊടുത്താൽ മതി. എൻ്റെ കൈമുണ്ടായിരുന്ന അല്ല സീരിയസ് ആയിട്ട് എന്റെ കൈമുണ്ടായപ്പോ എന്റെ വല്യമ്മ എന്നോട് പറഞ്ഞത് കൊടുത്തിക്കണേ. അതായത് സീരിയസ് ആയിട്ട് എന്റെ കൈമുണ്ടായപ്പോ എന്നെ പറഞ്ഞു ആനക്ക് കൊട്ടത്തേങ്ങ കൊടുത്താലേ മാറും. ഞങ്ങളവിടെ ഉത്സവം ഉണ്ടായപ്പോൾ ഉത്സവത്തിന് ആനന്റെ കാലിന്റെ അടിയിൽ കൊട്ടത്തേങ്ങ കൊണ്ട് കൊടുത്ത് ആന ചവിട്ടി മരിച്ചിട്ട് തിന്നു. അത് വീട് അതല്ലല്ലോ ഇപ്പൊ നമ്മൾ പറയാൻ വന്നത്. സോ ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, അതായത് മോംസബ് തന്നെയാണ്. മോംസബിന്റെ ഇവിടെ എല്ലാവരും വിചാരം ഇവിടെ ഈ എന്താ പറയാ പ്രസവാനന്തര ചികിത്സകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, ഇവിടെ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള പിന്നെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് തലയിൽ താരന് നല്ല ഉണ്ടായിരുന്നു. സോ അവർ ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് തന്നു കേട്ടോ, അടിപൊളി. ആ പ്രൊഡക്റ്റ് അത് ഇവിടെ ഉണ്ടോ? അതിവിടെ അവിടെ ഉണ്ടാവും, ഡോക്ടറെ അടുത്ത് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. നല്ല ഇവരെന്നെ ഓൺ പ്രൊഡക്റ്റ് ആണ്. എത്ര 180 റുപ്പീസോ അങ്ങനെ എത്രയാണ് വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഫസ്റ്റ് തേച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായി. ഫസ്റ്റ് തേച്ചപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് മാറിയെന്നല്ല, ഫസ്റ്റ് തേച്ചപ്പോൾ എൻ്റെ തലയിലുള്ള താരന് ഇപ്പം ഇന്ന് ഞാൻ ഇത് ക്ലിയർ ചെയ്ത് നല്ല ധാരണയായിരുന്നു. ഇന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പിന്നെയും വരും എന്നുള്ള അവസ്ഥയായിരുന്നു. ഇപ്പം ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം പിന്നീട് കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല. ഉള്ളത് അവിടെ തന്നെ ഉണ്ട്, കുറേയൊക്കെ ഇനി കുറച്ചുകൂടി പോകാനൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല, ഗ്രോത്ത് ഇല്ല കേട്ടോ അതിന് ശേഷം. അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക്. ഞാൻ 2-3 ദിവസം കൂടി യൂസ് ചെയ്ത് ഫുള്ള് മാറിയിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സാറില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവിടെ ഒരുപാട് ട്രീറ്റ്മെന്റുകളുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ നമുക്ക് അതേപോലെ എന്താ പറയാ മുടി സ്പാ കാര്യങ്ങൾ, ഫേഷ്യല് അതൊക്കെ ഉണ്ട്. അത് പിന്നെ ഡോക്ടർ നമ്മൾ വിചാരിച്ച ആളെയല്ല. അതായത് ഡോക്ടർ നമ്മളെ ഡിപ്രഷനും കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ എന്താ പറയാ, അതിനെന്താ പറയാലോ ഒരു പേര്, ഹിപ്നോട്ടിസും കാര്യങ്ങളൊക്കെ ആൾ ചെയ്യും. അതൊന്നല്ല അതിന് പറഞ്ഞുതരാം. മെഡിറ്റേഷൻ യെസ്, മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യാൻ ആൾ ഒരു 2 മണിക്കൂറൊക്കെ അടിപൊളിയായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ആൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ജുബിനൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഹിപ്നോട്ടിസം ചെയ്ത് ജുബിൻ്റെ ഉള്ളിലുള്ള എന്താണെന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് നോക്കാം. വാ, എന്തായാലും പോയി നോക്കാം. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ അറിയാത്ത കുറെ നിഗൂഢ രഹസ്യങ്ങളുണ്ടാ? സത്യം പറ. എന്നാ ഞാനും ഇല്ല, ഇപ്പൊ ഞാനായിട്ട് ഇപ്പൊ എന്തിനാ. എന്തായാലും നമുക്ക് അവിടെ പോവാം. പോയിട്ട് ആദ്യം എന്റെ ചെവിമുള്ളത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഓക്കെ, പിന്നെ അവിടെ എന്തായാലും നമുക്ക് ക്ലിനിക്കൊക്കെ പോയി നോക്കാം. കോസ്മെറ്റിക്സ് അല്ല, അവരെ ലേബർ റൂമിൽ ലബോറട്ടറിയിലുള്ള കാര്യങ്ങൾ, ചികിത്സകൾ എന്തൊക്കെ പോയത്, ട്രീറ്റ്മെന്റ്സ്. അന്ന് നമ്മൾ ലാസ്റ്റ് പോയപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു PCODക്കും ഈ ഗർഭമായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെ ഓൾറെഡി ചികിത്സ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ്. ഇപ്പൊ ഡോക്ടറിനെ കണ്ടിട്ട് ഇങ്ങോട്ട് ചോദിച്ചതാണ്, പിന്നെ ജുബിയുടെ ഈ ഒരു കൊരു കണ്ടിട്ട് ഇത് ഇവിടെ റിമൂവ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും ഇവിടെ ഇങ്ങനത്തെ എക്സ്ട്രാ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളത് അറിയുന്നത്. പിന്നെ 2 ദിവസം മുമ്പ് സാധനം അങ്ങനെയൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ കുറേ പേഷ്യൻസ് ഉണ്ട്. അതായത് ഓൾറെഡി ട്രീറ്റ്മെന്റ് ഉണ്ട്. ഈ പറഞ്ഞ ട്രീറ്റ്മെന്റിന് നിങ്ങൾ ഇവിടെ പാക്കേജ് മോംസബിൽ പാക്കേജ് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ വന്നിട്ട് ഡോക്ടറെ കാണിക്കാവുന്നതാണ് കേട്ടോ. ഡോക്ടർ അവിടെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ OPയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് OPയുടെ ഭാഗം വരുന്നത്. ഇവിടെ തന്നെ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മെഡിസിൻസ് ഒക്കെ. ലൊക്കേഷൻ വരുന്നത് മനസ്നേഹ ഹോസ്പിറ്റലാണ് കാണുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. സോ ഡോക്ടർ ഫ്രീ ഉണ്ടോ നമുക്ക് നോക്കാം. ഡോക്ടർ ഉണ്ടെങ്കിൽ, ഡോക്ടർ ഫ്രീ ആണോ? നമുക്ക് ആ ചികിത്സ ചെയ്യില്ലല്ലോ. എങ്ങനെ സിഗരറ്റ് ഇട്ട് കത്തിക്കല്ലേ? ബ്ലേഡ് വെച്ചിട്ട് ചെത്തി കളഞ്ഞാലോ?
പക്ഷെ അത് കളയണ്ടെന്നാണ് ഡോക്ടറിന്റെ അഭിപ്രായം. കാരണം എന്താ പറയുക, ഇതുള്ളതുകൊണ്ട് അവൾക്ക് വേറെ സ്റ്റെഡ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കറക്റ്റ് സ്റ്റെഡിന്റെ ഒരു ഫീലാണ് അല്ലേ? ഇവന്നാണ് ചെയ്യുന്നത് അതോ? ആ, അപ്പോൾ ഇതിന് വേറെ സെക്ഷൻ ഉണ്ട്. എന്നാ നമുക്ക് കോസ്മെറ്റിക്സ് ക്ലിനിക് കേട്ടോ. ആഹാ, അടിപൊളി. അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല, ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഡോക്ടറെ കുറച്ച് നിങ്ങൾ ചെത്തി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചെത്തി എടുത്തോളൂ കേട്ടോ. ഇവിടെ ചെവി കുറച്ച് വലിപ്പം കൂടുതലാണ്, ഒന്നായിട്ട് ചെത്തി എടുത്താലേ. പ്രഗ്നന്റ് ആയപ്പോൾ 6 മാസത്തിന് ശേഷം. അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ, അതെന്താ ഡോക്ടറെ ഈ കിടത്തം കിടന്നപ്പോഴേ ഇവളാ മറ്റേ ലേബർ റൂമിൽ കിടന്ന ഓർത്തു, അത് അവൾക്ക് ഓർമ്മ വന്നാണ്. ഇത്ര ഉള്ളൂ, സിമ്പിൾ പരിപാടിയാ, തുടച്ചെടുക്കുന്ന പരിപാടിയാ. നോ, കത്രികൊണ്ട് വെട്ടിക്കളയുന്ന പരിപാടി ഒന്നുമില്ല. സർജിക്കൽ ബ്ലേഡ് ഒന്നുമില്ല, വേണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടീനെ നമ്മൾ തൽക്കാലം സിസ്റ്ററെ ഏൽപ്പിച്ചിരിക്കാം കേട്ടോ. കാരണം ചിലർ വിചാരിക്കും നമ്മൾ റൂമിലിട്ട് പോകുന്നതാണ്. നല്ല സിസ്റ്റർ എടുത്ത് കൊടുത്തതാണ്. ആൾ ഉറങ്ങുകയാണ്, കുട്ടി ഉറങ്ങുകയാണ്. സോ പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ജുബിക്ക് മരുന്നൊക്കെ തേച്ച് കൊടുത്തു. എങ്ങനെയുണ്ട് ജുബി? കുഞ്ഞി നീറ്റലോ? എങ്ങനെ എന്തേ? ഈ കെടുത്ത കാണുമ്പോ എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നത് ലേബർ റൂമിൽ ഉണ്ടോ? ഇപ്പൊ ശരിയാവും. ഇത് ഒരു 2-3 സിറ്റിംഗ് ഉണ്ടാവും കേട്ടോ. അതായത് ഇപ്പൊ തന്നെ സാധനം കരിഞ്ഞു പോകുന്നില്ല. അതായത് നമ്മള് പതിയാണ് ഫുള്ള് റിമൂവ് ആക്കുന്നത് കേട്ടോ. അതായത് കുറച്ച് വലുപ്പമായി, അത് സാധാരണ പറ്റ ചെറുതല്ല, കുറച്ച് വലുപ്പമായി. കരിയിപ്പിച്ച് കളയാൻ പറ്റൂല, കാരണം അത്രയും കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. നീറ്റലുണ്ടോ? ഈ ചെവിയിലും ഡോക്ടർ തേച്ച് കൊടുത്തു, മറ്റേ ചെവിയിലും ഡോക്ടർ തേച്ച് കൊടുത്തു കേട്ടോ. ഇപ്പൊ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ബോബി ചെമ്മണ്ണൂർ ലുക്ക് ആയിട്ടുണ്ട്. ആ, അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് എന്തായാലും ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ കേട്ടോ. വാ ഡോക്ടറെ, നമുക്ക് സംസാരിക്കാം. അതായത് ഇവിടെ കുറേ മെഡിസിൻസ് ഇല്ല. ഇതൊക്കെ എന്തിൻ്റെ മെഡിസിൻസാ? എന്തിൻ്റെ? ആ, മുഖക്കുരുവിനുള്ള. ആ, ഇവിടെ ഫുള്ള് കോസ്മെറ്റിക്സിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ആ, അതായത് ഇതൊക്കെ ഇവിടെ തന്നെ ഓൺ പ്രോഡക്റ്റ് അല്ലേ? ആ, ഇതിൽ പെട്ടതല്ലേ നമുക്ക് തന്നെ ഷാമ്പൂ ഒക്കെ? ആ, നല്ല റിസൾട്ട് ആട്ടോ. ഷാമ്പൂവിന് നല്ല, എന്താ പറയുക, താരം പോകാനുള്ള ഷാമ്പൂ നല്ല റിസൾട്ടാണ്. ആൻറ്റി ഡാൻഡ്രഫ്. ആ, ഇത് പൊടി. എനിക്ക് തന്നത് ഷാമ്പൂ ആണ് അല്ലേ? ഓക്കെ. ആ, മുടി വളരാനുള്ളത്. ആ, ഓക്കെ. വേറെ? ആ, നമുക്ക് എന്താണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇവരെന്നെ ഉണ്ടാക്കുന്ന, ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഓക്കെ. സോ നമ്മളിത് തേച്ചിട്ട് ഏകദേശം ഒരു 1/2 hour ഒക്കെ ആയിട്ടോ. എങ്ങനെയുണ്ട് ജോ? നല്ല നീറ്റലുണ്ട് കേട്ടോ. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ. സംഭവം ഭയങ്കര സ്ട്രോങ് ആണ് ആ തേച്ചിട്ടുള്ള ഇത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു, പക്ഷേ ഡോക്ടർ പറയാൻ തയ്യാറല്ല. അതും ഇവരെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ്. അതായത് ഇവരെന്തൊക്കെയോ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ സാധനം. പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസത്തിൽ തന്നെ പോകും. അതായത് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇല്ലേ കുറച്ച് തേച്ച് കൊടുക്കും. കുറച്ച് ഡീപ്പായിട്ട് അതിന് ഒന്ന് പിന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത് കുറച്ചും കൂടി ഒന്ന് കരിഞ്ഞു പോയിട്ട് അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. എൻ്റെ അവിടെ എന്താ പറയല് കരിമ്പാറൊക്കെ? കെടുമ്പ് അരിമ്പാറ. ഞങ്ങളൊക്കെ അരിമ്പാറൻ്റെ ആൾക്കാരാണ്. നിങ്ങൾ കോഴിക്കോട്ടൂര് കെടുമ്പ് എന്താ കുടുംബോ? കെടുമ്പ്. സോ ഡോക്ടറെ, നമ്മൾ ഹെയർ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? നേരത്തെ പറഞ്ഞ പോലെ വാഷ് ചെയ്തിട്ട് ഇവിടുന്ന് ചെയ്യൂ അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഹെയർ ട്രീറ്റ്മെന്റ് ആയിട്ട്? ഹെയർ ഗ്രോത്തിൻ്റെ ഒക്കെ അങ്ങനെ തന്നെ ഒക്കെ ഇവിടുന്ന് തന്നെ ചെയ്ത് കൊടുക്കും ട്രീറ്റ്മെന്റ് അല്ലേ? ഓക്കെ. ഈ ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ മോംസപ്പിൻ്റെ ഇവിടെ നിൽക്കണമെന്നില്ല, അതായത് പാക്കേജ് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ OP ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. അതിനുള്ള
പിന്നെ വേറെ പറയാനുള്ളത് ഇവിടുത്തെ പാക്ക് എന്ന് പറയുന്നത് സാധാ ഫേസ് പാക്ക് പോലെ അല്ലെങ്കിൽ നമ്മൾ സാധാ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന പോലെയല്ല. ഇവിടെ ഫുള്ള് ഹെർബലായിട്ടാണ് ഇവർ ചെയ്യുക കേട്ടോ. അതായത് നാച്ചുറൽ വേറെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഇവർ ഫുൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഫേഷ്യൽ ആണെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. മാത്രം ഈ കണ്ണിൻ്റെ കറുപ്പ് അല്ലേ, കണ്ണിൻ്റെ കറുപ്പ്, മുഖക്കുരു ഒക്കെ ഇവർ നാച്ചുറലി ആണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരിക കേട്ടോ. ഇവിടെ തന്നെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാക്കിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണ്, പ്രൈസ്, എങ്ങനെ ഇതൊക്കെ ചെയ്യാനെന്ന് കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ വേറെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് വന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ക്ലിനിക്കിൽ അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ അന്വേഷിക്കാം കേട്ടോ. ഞാൻ എന്തായാലും നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് എന്താ അത് റിമൂവ് ചെയ്യണം, ആ മരുന്ന് റിമൂവ് ചെയ്യണം അല്ലേ. മരുന്ന് റിമൂവ് ചെയ്തു കേട്ടോ. മുഖം വലിയൊരു തെളിച്ചല്ല. അത് കുറേ പോകുന്നു കേട്ടോ, അതിൽ കണ്ടോ അത് കുറേ ഇളകി പോകുന്നു. സോ സിമ്പിളാ. ഇന്നൊന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പെയിൻ. അതായത് 2 ദിവസം കഴിഞ്ഞാൽ അത് ബ്ലേഡ് വെച്ചിട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇതേ മരുന്ന് തേക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു കൂടുതൽ നീറ്റലുണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സിമ്പിൾ, സോ സിമ്പിൾ. കഴിഞ്ഞു. കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്താ ചോദിക്കും, നമ്മൾ ഇതിന് വലുത് കഴിഞ്ഞ് വന്നതല്ലേ. ഓർമ്മയില്ലേ ലാബ് റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞത് പുഷ്. അടിപൊളിയാക്കണടി. ഇതെനിക്ക് തോന്നുന്നു ഈ സൈഡിൽ ഇനി വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാന്ന്. കാരണം ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് പോകുന്ന ഗുണം അടയാളം മാത്രമേ ഉള്ളൂ അവിടെ കേട്ടോ. പിന്നെന്താ ചെറുനാരങ്ങ നീര് അല്ലേ, ചെറുനാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് തട്ടിച്ചുട്ടാ. ചെറിയ മക്കളെ മാതിരി നീറ്റലുണ്ടാ. കൈ കൊണ്ടക്കണ്ണ എനിക്കല്ലേ പേടിയാവും. നീറ്റിൽ പോകാൻ ചെറുനാരങ്ങ വളരെ നല്ലതാണ്. പക്ഷെ മാറിയടാ, സംഭവം മാറി, സാധനം ഫുള്ള് ക്ലീനായിട്ട് മാറി. അപ്പോൾ ഗൈസ് ട്രീറ്റ്മെൻറ്റൊക്കെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ. അതാ കണ്ടോ, ഒരു സൈഡത്ത് ഫുള്ളായിട്ട് മാറി. ഇനി നാളെ വേണ്ടെന്ന് ഉണങ്ങിയിട്ട് നാളെ പറയാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് കറുത്തിട്ടുണ്ട്, ഇതിൽ തേച്ച് കൊടുത്തിട്ടില്ല. ബാക്കി നാളെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ സംഗതി ഏകദേശം ഒരു ദിവസം കൊണ്ട് ഫുള്ളായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പെയിൻ ഉണ്ടായിരുന്നോ? അതുണ്ടാവും, കാരണം അത് നമ്മുടെ ശരീരത്തിലൊരു സാധനം കരിയിപ്പിച്ച് കളയല്ല, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം, അടിപൊളി വ്ളോഗിൽ കാണാം.